മലയാളികളുടെ അഭിമാന താരം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എന്നുള്ള അത്തരത്തിലുള്ള ചില വാർത്ത ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ IPL ഓപ്ഷൻ സമയത്തായിരുന്നു ഈ വാർത്ത പ്രചരിച്ചതെങ്കിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് IPL നടന്നുകൊണ്ടിരിക്കുകയാണ്. പല മാധ്യമങ്ങളും ചില മൈക്കെയിൽ പോലത്തെ ചില സോഴ്സുകൾ, അതുപോലെ ചില ഹിന്ദി മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വാർത്ത വളരെ ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ വർഷവും ഇതുപോലത്തെ സംഭവം സഞ്ജു ചെന്നൈയിലേക്ക്, മുംബൈയിലേക്ക് കൂടുമാറും എന്നൊക്കെ വരാറുണ്ട്. ഈ ഒരു വാർത്ത ഇപ്പൊ മിഡില് നമുക്കറിയാം, രാഹുൽ ദ്രാവിഡും സഞ്ജു സാംസണും ടീം മാനേജ്മെന്റുമായിട്ട് സഞ്ജു ഒത്തുപോകുന്നില്ല, പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹം ടീം വിട്ടു പോകും, അങ്ങനെ കുറെ റൂമറുകൾ കഴിഞ്ഞ ദിവസങ്ങൾ വന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എന്നുള്ള വാർത്ത ഇങ്ങനെ വന്നിട്ടുള്ളത്. അതൊക്കെ ഏതായാലും ഇപ്പൊ ഈ ഒരു സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എന്നുള്ളത് ഈ ഒരു വാർത്തക്ക് അടിസ്ഥാനമില്ല, ഫേക്ക് ആണ്. നിലവിൽ അങ്ങനെ ഒന്നും ഇതുവരെ ടോക്കോ കാര്യങ്ങളോ, ചെന്നൈ മാനേജ്മെന്റ് ടോക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ള ആ ടീമിൽ തന്നെ ആയിരിക്കും. മേ ബി അടുത്ത വർഷവും സഞ്ജു രാജസ്ഥാൻ റോയൽസിൽ തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം അദ്ദേഹം വേറെ ടീമിലേക്ക് പോകാൻ സാധ്യതയില്ല. അദ്ദേഹത്തെ എങ്ങനെയായാലും മാനേജ്മെന്റ് വിട്ടുകൊടുക്കാൻ എന്തായാലും തയ്യാറാവൂല. പിന്നെ നമുക്കറിയാം, മാനേജ്മെന്റിന്റെ ചില പൊട്ടത്തരം തീരുമാനങ്ങൾ കൊണ്ടാണ് ടീം ഇവിടെ എത്തിയിട്ടുള്ളത്. മാനേജ്മെന്റിന്റെ ചില മണ്ടത്തരം, ബട്ട്ലറിനെ റിലീസ് ചെയ്തതും ബോൾട്ടിനെ റിലീസ് ചെയ്തതും, അതുപോലെ ഒരു മികച്ച ഫോറിൻ ഫിനിഷറെ ലേലത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതൊക്കെ ഒരു വലിയ മണ്ടത്തരമായി പോയി. എങ്കിൽ പോലും സഞ്ജു സാംസൺ നിലവിലുള്ള ആ ടീമിൽ തന്നെ തുടരും, രാജസ്ഥാൻ റോയൽസിൽ തന്നെ തുടരും. അല്ലാതെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കൊക്കെ പോകും എന്നുള്ള പല മാധ്യമങ്ങളും ചില യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോ ഞാൻ കാണാൻ സാധിച്ചു. അതെല്ലാം ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം കുറെ പേരിങ്ങനെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, ഇതിൽ ഒരു വാർത്തയുടെ ലിങ്ക് അയച്ചിട്ട് സത്യാവസ്ഥ എന്താണ് ഇതിനെക്കുറിച്ച്. അപ്പം അതെല്ലാം നമ്മൾ വ്യക്തമായി അന്വേഷിച്ച് പിടിച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഫേക്ക് ന്യൂസും കാര്യങ്ങളും ചെയ്യാറില്ല. ഏതായാലും ഈ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.